ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ എന്ന് പറയുന്ന കൂട്ടുകെട്ട് എപ്പോഴും ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ളതാണ്. ഹിറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ വ്യൂസ് എത്രയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്കിലൊക്കെയാണ് പോകുന്നത്. അതായിരിക്കണം എന്നില്ല ഒരു അംഗീകാരം കിട്ടുന്ന പാട്ട്. അതിൻ്റെ നമ്മളിപ്പോൾ പറയുന്ന കലാമൂല്യം കൊണ്ട് ഒരു പുരസ്കാരം ലഭിക്കുന്ന പാട്ടാവണമെന്നില്ല. നിങ്ങളുടെ എല്ലാ പാട്ടുകൾക്കും ഹിറ്റുമായിരുന്നു. ആ പാട്ടുകളെല്ലാം വലിയ അംഗീകാരങ്ങൾ, അതിൻ്റെ ഒരു മൂല്യത്തിനുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള പാട്ടുകളുമാണ്. നിങ്ങൾ തമ്മിൽ കൂടി ഒരു പാട്ടുണ്ടാക്കുന്നതിൻ്റെ ദിവസങ്ങൾ എത്രയാണ്? അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണ് ശരിക്കും? ചില പാട്ടുകളൊക്കെ നിമിഷ നേരം കൊണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എനിക്ക് തോന്നുന്ന ഒരു 5-10 മിനിറ്റിനകത്ത് ഉണ്ടായ ഒരു പാട്ടാണ്. 10 മിനിറ്റ്? 10 മിനിറ്റ് ഉണ്ട്. ചില പാട്ടുകളൊക്കെ വളരെയധികം സമയം എടുത്തിട്ടുണ്ട്, 2-3 ദിവസം. അങ്ങനെ ദിവസം എടുത്ത പാട്ട്? പക്ഷേ ഈ ദിവസങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും ഞാൻ സമയം എടുക്കുന്നതാണ്. ഗിരീഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഗിരീഷേട്ടൻ്റെ മൂഡ് വന്നാൽ അതൊരു 10 മിനിറ്റിനാം പാട്ട് റെഡിയാവും, സംഭവം റെഡിയാണ്. അപ്പോൾ ഗിരീഷേട്ടൻ എപ്പോഴും പറയും, നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ്, തോന്നലുണ്ടാവാൻ തോന്നണമേ എന്നാണ്. തോന്നലുണ്ടാവാൻ തോന്നണമേ. ഏത് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഒരു തോന്നലാണ്, ഒരു സ്പാർക്കാണ് തുടക്കം. അതെ. അപ്പോൾ ഈ തോന്നൽ ഇല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി വോയിഡാണ്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ അത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം ഈ മന്ത്രം എന്നോട് ഞാൻ പറയും, തോന്നലുണ്ടാവാൻ തോന്നണമേ. അത് ഗിരീഷേട്ടൻ്റെ ഒരു മന്ത്രമാണ്. അതുപോലെ ഗിരീഷേട്ടൻ പറയുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, കലാകാരൻ അനുഗ്രഹത്താൽ ശപിക്കപ്പെട്ടവരാണ്. അത് എന്താണെന്ന് എനിക്ക് ആദ്യം ഇങ്ങനെ പറയുമ്പോൾ അനുഗ്രഹം എങ്ങനെ ഒരു ശാപമാവും എന്ന് ഞാൻ ഓർക്കാം. അപ്പോൾ ഗിരീഷേട്ടൻ പറയുന്നത് പറഞ്ഞാൽ എല്ലാ കലാകാരന്മാരുടെയും ഉള്ളിൽ ഒരു സെൻസിറ്റിവിറ്റിയാണ് അവർക്ക് അനുഗ്രഹമായിട്ട് ക്രിയേറ്റിവിറ്റിയിൽ വരുന്നത്. പക്ഷേ ഇതേ സെൻസിറ്റിവിറ്റി അവരുടെ പേഴ്സണൽ ലൈഫിൽ ഈ സെൻസിറ്റിവിറ്റി അവർക്ക് പ്രശ്നമാവും, അതാണ് ശാപം എന്നൊക്കെ. ഇങ്ങനെയുള്ള കുറേ ഫിലോസഫിയൊക്കെ ഗിരീഷേട്ടൻ്റെ കൂടെ എപ്പോഴും ഫിലോസഫി അദ്ദേഹത്തിനുള്ള പോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. നമ്മൾ വടക്കുന്ന അങ്ങനെയുള്ള സിനിമയൊക്കെ കാണുമ്പം തിരക്കഥകളിൽ അത് ചെറുതായിട്ട് കയറി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഗിരീഷേട്ടൻ വരികളോ അല്ലെങ്കിൽ പാട്ടോ അല്ല എഴുതുന്നത്, ഗിരീഷേട്ടൻ ജീവിതം തന്നെയാണ് എഴുതുന്നത്.